വയറുവേദന പോലെ അഭിനയിക്കടാ. എന്നെയും കൂടെ നീ പെടുത്തല്ലേ, മനസ്സിലായല്ലോ. അതെ വരുന്നുണ്ട്. എന്താ ഏട്ടാ, എന്ത് പറ്റി? അതൊന്നുമില്ല, ചേട്ടന് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്നു. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തള്ളിക്കൊണ്ട് പോവാ. വയറുവേദന നിങ്ങൾക്കല്ലേ, അത് നീ പോത്തിനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ അങ്ങനെയല്ല പറഞ്ഞേ, വയറുവേദന എനിക്കല്ല, ദേ ഇവനാ. ഹോസ്പിറ്റലിലേക്ക് 10 കിലോമീറ്റർ ഇല്ലേ? അതുവരെ ഈ ബോഡിക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ കുട്ടി ഇങ്ങനൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? ശരി, അവനോട് നിങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല, എന്നാലും കുറച്ച് സഹതാപങ്ങൾ കാണിച്ചുകൂടെ? പാവല്ലേ, വയറുവേദന കാരണം കിടന്ന് പൊളയോ. പ്ലീസ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുന്നേ. ശരി, മറ്റുള്ളവരെ പോലെ സഹായിച്ചിട്ട് ഞാൻ പൈസയൊന്നും എന്തായാലും ചോദിക്കില്ല. കേറാൻ പറ. ശരി. എടാ ശ്രദ്ധിക്കണം, ബാലൻസ് തെറ്റിയാ പിടിച്ചോളണം. എന്തു പറ്റി മോളെ? എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താടാ, എന്താ കാര്യം എന്ന് പറ. വയറ് പൊത്തിപ്പിടിച്ച് നീ എന്താ ഇങ്ങനെ ഞെരിപിട്ടുള്ളൂന്നേ? അതൊന്നുമില്ല ചേട്ടാ, അവന് ചെറിയൊരു വയറുവേദന, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിലേക്കാണോ? എന്നാ വാ, എന്റെ വണ്ടിയെ കയറിക്കോ. നല്ല കുതിരെ പോലെ ഓടുന്ന വണ്ടിയാടാ. ഓ ചേട്ടാ വേണ്ട, ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. എന്താ മോനെ, ഒരു പെണ്ണിന്റെ വണ്ടിയുടെ പുറകിലാണ് കയറുന്നത്? നാട്ടുകാരുടെ മോശം പറയില്ലേ? നീ ഇങ്ങോട്ട് വാ മോനെ, എന്റെ വണ്ടിയെ കയറിക്കോ. നീ വെക്കോ, ഇവരുടെ ബൈ. കേറ് മോനെ. ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ ഈ ചേട്ടൻ ഒരു ഡിങ്കനെ പോലെ വന്നിരിക്കും. എങ്ങനെയുണ്ട്? എടി കോമളവല്ലി എന്താ പറ്റിയേ? എന്നെ കൊണ്ട് പറ്റണില്ലടി. കിടന്നുറങ്ങ് വയസ്സാം കാലത്ത്. എടി എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റിട്ട് അതാ പറ്റില്ലെന്ന് പറയണേ. നീ എന്തിനാ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞേ? ഓ ഞാൻ മറ്റെന്തോ കരുതി. മുട്ടുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വെളിയിൽ പൊക്കൂടെ. നാശം. എടി ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ആരാന്ന് കാണിച്ചു തരാം ഞാൻ. രാത്രി നമ്മുടെ കറുപ്പന്റെ വീട്ടിലെ അയാളുടെ ആട്ടുകുട്ടിയെ കടിച്ച് രക്തം കുടിച്ച് പോയെന്നാ കേട്ടെ. എനിക്കെന്തോ ഇതെല്ലാം ആ മുനിയുടെ പണിയെന്നാ തോന്നുന്നത്. ഇത്രയും കാലം വരാത്ത മുനി ഇന്നലെ പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മരിച്ചുപോയ ആ മുത്തു ഒപ്പിക്കുന്ന പണിയാണെന്നാ. അതെങ്ങനെയാ മുത്തുവിന്റെ പണി തന്നെയാണെന്ന് പറയുന്നത്? പേടിച്ചോടി, എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴേ നല്ല തെറുപ്പ് പിടിയുടെ മണം വന്നു. ഈ നാട്ടില് തെറുപ്പ് പിടി വലിക്കുന്ന സ്വഭാവം ഈ മുത്തുവിന് മാത്രമേ ഉള്ളൂ. ഇതറിഞ്ഞ് അവന്റെ കെട്ടിയോള് ആരോടും മിണ്ടാതെ ഓടിപ്പോയി. ഈ അൽപായുസിൽ ചത്തവരൊക്കെ നാട്ടിലൊക്കെ പിശാചുകളായിട്ട് അലയാന്നാ തോന്നുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ആർക്കറിയാം. ഇങ്ങനെ നടന്ന് പേടിക്കല്ലേ. ഇങ്ങനെയാണോ നാട്ടിലൊന്നും പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ടാണല്ലേ ഒരാളെപ്പോലും കടയിലോട്ട് കാണാത്തത്. എന്നെ കണ്ടല്ലോ. എന്തുവാ ചേച്ചി? അറിയില്ല, നോക്കട്ടെ. എന്താ ആലോചിക്കുന്നേ? ഇന്നലെ അല്ലേ പെട്രോൾ അടിച്ചത്? അയ്യോ എനിക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആയി. ഇന്ന് എനിക്ക് എക്സാം കൂടെ ഉണ്ട്. എനിക്ക് വേഗം പോണം ചേച്ചി. ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചതേ ഉള്ളടി. എനിക്ക് സമയായി. എന്താ പറ്റിയേ? നീ ഓഫീസിലും പോവാതെ ഇവിടെ സ്കൂളിലും പോവാതെ ഇവിടെ എന്തോ ചെയ്യുവാ? മനസ്സിലാവുന്നില്ലേ? പെട്രോൾ ഇല്ലാതെ വണ്ടി നിന്ന് പോയതാ. ഓ പെട്രോൾ മോഷ്ടിച്ചു തന്നെ ഞങ്ങളാ. പെട്രോൾ ഇല്ലാതെ വണ്ടി നീങ്ങില്ലല്ലോ. ഇവിടുന്ന് പെട്രോൾ ബങ്ക് ഒരു 5 കിലോമീറ്റർ വരത്തില്ലേ? ശരിയാ ചേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് പെട്രോൾ തന്നാ എനിക്കും ചേച്ചിക്കും പോവാലോ. വണ്ടി എന്റേതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവായിരുന്നു. പക്ഷെ വണ്ടി എന്റേതല്ല, പെട്രോളും ഇല്ല. എന്താ ചെയ്യാ? ഞാനും അവന്റെ കൂടെ ഓസിക്ക് വന്നതല്ലേ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരെയും തള്ളിക്കൊണ്ട് പോട്ടെ. അതല്ലടാ അളിയാ, രണ്ടുപേരെയും വണ്ടിയിലിരുത്തി നമുക്ക് തള്ളിക്കൊണ്ട് പോവാന്ന്. അല്ലാതെ നിനക്ക് ദോഷമുള്ളൊന്നും അല്ലടാ. അതിന് ഞങ്ങൾ നടന്നു പോയിക്കോളാലോ. നിങ്ങളെ കൊണ്ട് പെട്രോൾ വാങ്ങി തരാൻ പറ്റുമല്ലോ? എന്റെ പൊന്നു മോളെ, എന്ത് തന്നെ ആയാലും വണ്ടി ഓണറായിട്ട് സംസാരിച്ചോ, എന്നെ വിട്ടേക്ക്. അങ്കിൾ അങ്കിളോ? അളിയാ, എടാ ഈ കുട്ടി നിന്നെയാടോ വിളിക്കുന്നേ? എന്താ? ഞാൻ വേണമെങ്കിൽ കുറച്ച് പൈസ തരാം അങ്കിൾ. കുറച്ച് പെട്രോൾ തരുമോ അങ്കിൾ? പ്ലീസ് അങ്കിൾ. വീണ്ടും അങ്കിളോ? ഈ മോന്തൊക്കെ കണ്ടിട്ട് നിനക്ക് ചേട്ടന്ന് വിളിക്കാൻ തോന്നുമോ? എന്തേ എന്നെയൊക്കെ കണ്ടിട്ട് നിനക്ക് ചേട്ടാന്ന് വിളിക്കാൻ തോന്നില്ലേ? എല്ലാം നിന്റെ ചേച്ചിയുടെ ട്രെയിനിങ് അല്ലേ? കാശുണ്ടെങ്കിൽ എന്ത് വേണേലും സംസാരിക്കുവോ? ഈ വണ്ടിയിൽ നിന്ന് പെട്രോൾ എടുക്കുന്നത് ഒന്നാ, എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് ഒന്നാ. നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ എന്റെ കൂടെ ഡബിൾസ് വന്നേക്ക്, എനിക്കൊരു കുഴപ്പമില്ല. കം ഓൺ ചേച്ചി, പ്ലീസ് ചേച്ചി, വാ നമുക്ക് പോവാം. എന്താ ചേച്ചി ആലോചിക്കുന്നത്? വാ നമുക്ക് പോവാം ചേച്ചി. പറ ചേച്ചി. അനിത, ഞാൻ നിനക്ക് വേണ്ടി മാത്രം വരാം. ഒന്ന് വേഗം വാന്നേ. ചേട്ടാ, വണ്ടി സൂക്ഷിച്ചു. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്താ മോളെ, എന്താ പ്രശ്നം? ഈ മരുന്നെങ്കിലും തോന്നിയ ദിവസം കാണിച്ചോ? പറയും മോളെ. പേടിച്ചകത്തിടാന്നേ. ഈ ഏരിയൽ ഇൻസ്പെക്ടർ എന്റെ ആളാ. ഇവനാണോ അവനാണോ? ചേട്ടാ, പ്രശ്നമൊന്നുമില്ല. വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ള കാര്യം. ചേട്ടൻ ഇപ്പഴാ ഫുൾ ടാങ്ക് അടിച്ചത്.
എന്താ ഇവൻ? എനിക്കറിയില്ലടാ. ശരി നോക്കി പോണേ. Thanks ചേട്ടാ, പോയിട്ട് വരാം. ആ ശരി ശരി. എന്താ മോനെ പുറയത് വല്ലാതെ മുഖം വരുന്നല്ലോ. എടാ അടിച്ചോടാ, ഞാൻ വേണ്ടെന്ന് പറയില്ല, പക്ഷെ ഇത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് അടിക്ക്. കാര്യം പറയാതെ അടി കൊടുത്തതിൽ ഒരു സുഖമില്ലടാ. നിന്നടുത്ത് പറഞ്ഞിട്ട് അടിക്കണം അല്ലേ? എന്താടാ 4 പേര് 4 ദിശയിൽ നിർത്തി റോഡും ബ്ലോക്ക് ആക്കി നടുറോട്ടി വെച്ച് എന്റെ പെണ്ണിനെ ലോക്കാക്കി ലവ് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചാ വെറും 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് എന്റെ പദ്ധതികളെല്ലാം കലക്കില്ലടാ. മൊട്ട ഇപ്പൊ പറയടാ, നീ ചെയ്തതേ ശരിയാണോ അതോ തെറ്റോ? ആ ശരിയാ, തെറ്റാണെന്ന് പോലെ ഇപ്പൊ തോന്നുന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞോണ്ടാണല്ലേ ചെയ്യുന്നേ? അടിക്കടാ ഇവനെ. കൊല്ലടാ. എന്താ ചോദിച്ചേ? പുറകിന്ന് പുക വരുന്നോ? ഇപ്പൊ തന്റെ പുറകിന്ന് വരാൻ പോകുന്ന നോക്കിക്കോ. എടാ കുട്ടിയാനെ ഇടിയാ. അങ്ങനെ